ഹലോ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പണിയുമില്ലാണ്ട് തിരിഞ്ഞു കളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടെ സെറ്റാക്കുന്ന ഒരു പ്രത്യേകതര ആചാരമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റിട്ട് മുടി പോലും മാറ്റിക്കെട്ടിയില്ല. എന്നാൽ പിന്നെ ആദ്യത്തെ പണി അത് തന്നെ ആയിക്കോട്ടെ. ഇതാ നടു തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പിയിൽ കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടേനു. എന്നാൽ പിന്നെ 2 കുപ്പി വെള്ളം അതിലങ്ങ് നിറച്ച് വെക്കാമെന്ന് വെച്ചിട്ട് അതും ചെയ്തു വെച്ച്. പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നേരെ അടുക്കളയിലോട്ട് പോക്കാണ്. പിന്നെയുള്ള പരിപാടിയൊക്കെ അവിടെ തന്നെ. ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ലാസ്റ്റ് സാമ്പാറിലേക്ക് എത്തിപ്പെട്ട്. അത് പിന്നെ അങ്ങനെയാണ്. ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് ഇവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സെറ്റാക്കി കിട്ടും. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിൻ്റെ കഷ്ണം എന്നുള്ള പേരേ ഉണ്ടാവും. അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുക വഴുതനങ്ങയാണ്. അതിപ്പോൾ പച്ച കളറോ വെള്ള കളറോ ചുവപ്പ് കളറോ ഇനിയിപ്പം വേറെ ഏതെങ്കിലും കളറിൻ്റെ ആ കളർ വരെ അതിലുണ്ടാവും. എന്തായാലും വഴുതനങ്ങൾക്ക് ഇവിടെ നല്ല വില കുറവാണ്. ഈ കിറ്റ് കണ്ടാൽ മനസ്സിലാവും. ബാക്കിയുള്ള കഷ്ണങ്ങളിൽ ഒരു പേരിന് മാത്രമേ ഉണ്ടാവും. അപ്പം ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു കഷ്ണം ഉള്ളിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് ഞാനത് വേവിക്കാൻ വെച്ച് ഒരു 3 വിസിലായപ്പോൾ അത് ഞാനവിടെ ഓഫാക്കിയിട്ട് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം കൂടെ ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പച്ചമുളകും തക്കാളിയും ഇഞ്ചി ഉള്ളി അതുപോലുള്ള സാധനങ്ങളൊന്നും ഈ കിറ്റിലുണ്ടാവില്ല. മെയിന് വഴുതന തന്നെ. അപ്പം ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നൊരു പുതിയൊരു പരീക്ഷണത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഫുള്ള് വഴുതന കളിയാണല്ലോ. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം കൂടെ ആയിക്കോട്ടെ. വഴുതനങ്ങ ഒന്ന് പൊരിച്ച് നോക്കാം. അതിന് ആദ്യം ഒരു വഴുതന എടുത്തിട്ട് അതിങ്ങനെ നൈസായിട്ട് വട്ടത്തിൽ മുറിച്ചിടുക. അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. വേണേ ഒരു ഭംഗിക്ക് 2 കഷ്ണം മല്ലിച്ചപ്പും കൂടെ ഇടാം. ക്യാമറ നോക്കി ഷോ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം വീഴുകയും ചെയ്തിട്ടുണ്ട്. അത് സാരില്ല എന്തായാലും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ മുറിച്ചിട്ടിട്ട് ടേസ്റ്റും കൂടെ നോക്കുന്നുണ്ട്. അതിവിടെ ആയി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച്. പിന്നെ അടുത്തത് എൻ്റെ വഴുതന പൊരിക്കലാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്താൽ കണ്ടപ്പോൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവും, എന്തൊരു എരപ്പത്തരാന്ന് ഈ കാണിക്കുന്നത്. എന്നാലും ഞാൻ എടുക്കും. ഞാൻ ഊറ്റി എടുത്തിട്ടേ ഞാനിത് കളയും. പോരാത്തതിന് ഉള്ള വെളിച്ചെണ്ണ കട്ട പിടിക്കുകയും ചെയ്തിന്. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റൂ. അപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഓരോ കഷ്ണം വഴുതനങ്ങ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം കരിയാണ്ട് നോക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നോക്കി നമ്മളത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ഈ കാണുന്ന ലുക്കൊന്നും എനിക്ക് പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ തോന്നിയിട്ടില്ല. ലുക്ക് മാത്രമല്ല എനിക്ക് വലിയ ടേസ്റ്റും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ വഴുതനങ്ങേൻ്റെ കുറ്റാണോ എന്താണെന്നും അറിയില്ല. അപ്പോൾ അതവിടെ സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ അടുക്കളയിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ ചോറ് വെക്കുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റുള്ള പരിപാടിയാണ്. അത് തിന്നാൻ നോക്കുമ്പോൾ മാത്രമാണ് വെക്കുക. പിന്നെ അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുത്ത പരിപാടി അടിച്ചു വാരിയിട്ടൊന്ന് തുടക്കലാണ്. അപ്പോൾ അതിലേക്കങ്ങ് നീങ്ങി ആദ്യം പിന്നെ അടുക്കള തന്നെ അങ്ങ് ചെയ്ത് അടുക്കളയിലുള്ള പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് പിന്നെ വരണ്ടാലോ. ആ ഒരു ഇതിലാണ് ഫസ്റ്റ് അടുക്കള തന്നെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇതോടുകൂടെ അടുക്കളയിലുള്ള പരിപാടികളെല്ലാം ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചു. ഇന്നത്തെ പരിപാടിയൊക്കെ ഈ റൂമിലാണ്. ഫുൾ അവിടെ ഇവിടെയായിട്ട് വലിച്ചിട്ട് കിടക്കേനു. അപ്പോൾ അതെല്ലാം ഒന്ന് നേരെ എടുത്തു വെച്ച് പിന്നെ ഈ റൂം ഒന്ന് അടിച്ചു വാരി ഇവിടെ തുടച്ച് ആകെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചു. ഏറ്റവും കൂടുതൽ ഉണ്ടായത് എൻ്റെ മുടി തന്നെയാണ്. നിലം മുഴുവനും മുടിയാണ്. അതിപ്പോൾ അടിച്ചു വാരിയിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇതിലൊക്കെ കൊടുങ്ങുകയും ചെയ്യുന്ന ആകെ മൊത്തം അവസ്ഥയാണ്. എന്നാലും എങ്ങനെയല്ലോ നീറ്റാക്കി എടുത്ത്. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെയെല്ലാം ഒന്ന് ആറുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാനുള്ളതും എടുത്തിട്ട് നേരെ മിഷ്യൻ്റെ അടുത്തേക്ക് അതിലിട്ടു. ഈ പരിപാടി പൊതുവേ ഞാൻ രാത്രിയാണ് ചെയ്യൽ. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇതും കൂടെ അവിടെ ചെയ്തു വെച്ച് അതിൽ കുറച്ച് ലോഷനും കൂടെ ഒഴിച്ച് അതവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാനുള്ള പരിപാടി നോക്കി. അപ്പോൾ പിന്നെ കുളിച്ച് വരുമ്പോഴേക്കും ഇതിവിടെ ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം, ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ മിനറൽ വാട്ടറിൻ്റെ വെള്ളം എടുത്തിട്ട് കുളിക്കാൻ പോകുന്നതെന്ന്. ഞാൻ തലയിൽ ഇവിടുത്തെ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കില്ല. ഇതുപോലത്തെ വെള്ളമാണ് ഉപയോഗിക്കൽ. അപ്പോൾ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് ക്രീമെല്ലാം കൈക്കെല്ലാം പുരട്ടി സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടേനു. കുളിച്ച് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കഴിച്ച് അത് കഴിഞ്ഞ് ചിക്കൻ റോള് കഴിച്ചു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈവനിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.